കരട് രാഷ്ട്രീയ പ്രമേയവും രഹസ്യരേഖയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത മാധ്യമം അവരാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ ആവില്ലെന്ന നിലപാടാണ് CPI-എമ്മിനുള്ളത് എന്നാണ് പ്രമുഖ ദിനപത്രമായ മാതൃഭൂമി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റികൾക്ക് അയച്ച രഹസ്യരേഖ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രചരിക്കുന്ന ഈ വാർത്തയിലെ വസ്തുത എന്താണെന്ന് നോക്കാം. CPI-എം 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തെക്കുറിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമം നടന്നിരിക്കുന്നത്. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന തലക്കെട്ടിലാണ് ഒന്നാം പേജിൽ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. CPI-യും പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്ത് അംഗീകരിച്ച് മുഴുവൻ പാർട്ടി അംഗങ്ങൾക്കും ബഹുജനങ്ങൾക്കും ഭേദഗതികൾ നിർദ്ദേശിക്കാനായി നേരത്തെ തന്നെ പുറത്തു വന്ന ഒരു രേഖയാണ് അവർ രഹസ്യരേഖ എന്ന വിശേഷണത്തോടുകൂടി നൽകിയിരിക്കുന്നത്. നവഫാസിസം എന്ന പ്രയോഗത്തെ സംബന്ധിച്ച കുറിപ്പ് എന്ന തലക്കെട്ടിൽ ഫെബ്രുവരി 17-ന് CPI-എം സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണമായ ചിന്തയുടെ വെബ്സൈറ്റിൽ ഈ കുറിപ്പും കരട് രാഷ്ട്രീയ പ്രമേയവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിന്തയുടെ ഫെബ്രുവരി 21-ന്റെ ലക്കത്തിൽ പൂർണ്ണമായും കരട് രാഷ്ട്രീയ പ്രമേയമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സാർവദേശീയ ദേശീയ സ്ഥിതിഗതികളിലെ CPI-എം കാഴ്ചപ്പാട് പ്രതിപാദിക്കുകയും ഭേദഗതി നിർദ്ദേശിക്കാൻ അവസരം നൽകുകയും ചെയ്യുകയെന്ന ജനാധിപത്യ രീതിയാണ് CPI-എം പാർട്ടിക്കുള്ളത്. ഭേദഗതികൾ കൂടി ചർച്ച ചെയ്ത് പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുന്നതോടെ അതൊരു രാഷ്ട്രീയ പ്രമേയമായി മാറുകയുള്ളൂ. BJP RSSന്റെ കീഴിലുള്ള ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനം നവഫാസിസ്റ്റ് സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് അമിതാധികാര ഭരണമാണെന്ന് നാം പ്രസ്താവിച്ചിട്ടുണ്ട്. BJP-യെയും RSSനെയും തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ ഹിന്ദുത്വ കോർപ്പറേറ്റ് അമിതാധികാരം നവഫാസിസത്തിലേക്ക് നീങ്ങുമെന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. BJP-യോടും BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനോടുമുള്ള നിലപാടിൽ CPI-എമ്മിന് മാറ്റം വന്നിട്ടില്ലെന്നു മാത്രമല്ല, ഇവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും മാറിയിട്ടില്ല. കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസുകളിലെയും ഇതേ നയം തന്നെയാണ് പാർട്ടി പ്രഖ്യാപിച്ചതും. എന്നാൽ ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും അതിലൂടെ കോൺഗ്രസിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും സന്തോഷിപ്പിക്കാനുമാണ് മാതൃഭൂമിയുടെ ഈ ശ്രമം. RSSന്റെ രാഷ്ട്രീയ വിഭാഗമായ BJP ഫാസിസ്റ്റ് ആണോ അല്ലയോ എന്നതിൽ CPI-എമ്മിന് യാതൊരു സംശയവുമില്ല. കത്തിക്കയറായി നിൽക്കുന്ന പല രാഷ്ട്രീയ സാഹചര്യങ്ങളും വെള്ളമൊഴിച്ചു കെടുത്തി അവിടേക്ക് ഒരു ബന്ധവുമില്ലാത്ത ഈ കരട് രാഷ്ട്രീയ പ്രമേയം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശശി തരൂരിന്റെ ലേഖന വിവാദത്തിന് പിന്നാലെ കോൺഗ്രസിനെ ആകെ പ്രതിരോധത്തിലാക്കിയ അഭിമുഖം കൂടി വന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ തീപ്പൊരി തന്നെയാണ് വീണിരിക്കുന്നത്. ശശി തരൂരിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന തകൃതി പിടിച്ച ആലോചനയിലാണ് ഹൈക്കമാൻഡ്. ആ രാഷ്ട്രീയ സാഹചര്യം മറയ്ക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്തയും പുറത്തു വന്നത്. നടപടിയെടുത്താൽ ശശി തരൂർ പാർട്ടി വിടുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. രക്തസാക്ഷി പരിവേഷത്തിൽ കോൺഗ്രസിൽ നിന്നും പുറത്തു പോകണമെന്ന ആഗ്രഹം ശശി തരൂരിനും ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ശശി തരൂരിന്റെ വിഷയം ചർച്ചയാകുന്ന ആ സാഹചര്യം മറയ്ക്കാൻ മറ്റൊരു ബോംബാണ് ഉദ്ദേശിച്ചതെങ്കിലും വസ്തുതകൾ നിരത്തി CPI-എം അതിനെ പ്രതിരോധിച്ചതോടെ ബോംബ് ചീറ്റിപ്പോയെന്ന് വേണം പറയാൻ. നിരവധി നേതാക്കളാണ് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ശശി തരൂർ വിഷയം മുക്കാനാണ് രാഷ്ട്രീയ പ്രമേയം ചർച്ചയാക്കുന്നത് എന്നാണ് CPI-എം കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞത്. ഒന്ന്, രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, അത് ഒരു കരട് രാഷ്ട്രീയ പ്രമേയമാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും PBയും അംഗീകരിച്ച കരട് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് വെളിയിലും ചർച്ച ചെയ്യുന്നതിനുള്ള അവസരമാണ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അപ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ വിവാദം എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നത്തെ തമസ്കരിക്കുന്നതിനാണ്. അത് ശശി തരൂർ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ശശി തരൂർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെല്ലുവിളി കോൺഗ്രസിൻ്റെ ഉള്ളിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും
മോചനം എന്നുള്ള നിലയിലാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തെ സംബന്ധിച്ച് ഇപ്പോൾ വിവാദമാക്കുന്നത്. അടവ് നയത്തിന് രൂപം നൽകുന്നതാണ് രാഷ്ട്രീയ പ്രമേയം. പാർട്ടി കോൺഗ്രസിന്റെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ രാഷ്ട്രീയ പ്രമേയം പാസ്സാകൂ. BJP ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞിട്ടേയില്ല. വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകളാണ് കഴിഞ്ഞ കോൺഗ്രസിൽ പറഞ്ഞത്. ഫാസിസം വന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേയില്ല. ഫാസിസം വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ആകെ ഗതി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മാതൃഭൂമിയിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിച്ചിരുന്നു. RSSനെ കുറിച്ച് 4 നൂറ്റാണ്ട് മുമ്പ് CPIM അതിൻ്റെ പാർട്ടി പരിപാടി കാലോചിതമാക്കിയപ്പോൾ തന്നെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ഫാസിസ്റ്റിക് സ്വഭാവമുള്ള RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന BJP വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, സാധാരണ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണെന്ന് കരുതിക്കൂടാ. വളരെ ഗൗരവത്തോടുകൂടി ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന BJPയെ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന ആശയം 4 നൂറ്റാണ്ട് മുമ്പ് 2000 ആണ്ടിൽ തിരുവനന്തപുരത്ത് വെച്ച് ചേർന്ന പാർട്ടിയുടെ പ്രത്യേക സമ്മേളനം അംഗീകരിച്ച പാർട്ടി രേഖയിൽ തന്നെയുണ്ട്. അതവിടെ ഇരിക്കുകയാണ്. അതാണ് പാർട്ടിയെ നയിക്കുന്ന അടിസ്ഥാന രേഖ. കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസുകളിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ കടുപ്പത്തിൽ വിമർശനമുണ്ടായിരുന്നു എന്നും, എന്നാൽ ഇപ്പോൾ ആ വിമർശനം കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നുമാണ് മാതൃഭൂമി ലേഖകൻ വാദിക്കുന്നത്. കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസുകളിലെയും രാഷ്ട്രീയ പ്രമേയങ്ങളെയും താരതമ്യപ്പെടുത്തിയാൽ അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം പരമ അസംബന്ധമാണ് എന്ന് പറയാം. യഥാർത്ഥത്തിൽ മുൻപ് 2 പാർട്ടി കോൺഗ്രസുകളിൽ നടന്ന ചർച്ചയ്ക്ക് ആധാരമാക്കി പാർട്ടി കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയതും പാർട്ടി കേന്ദ്ര കോൺഗ്രസ് അംഗീകരിച്ചതുമായ രേഖയിൽ പറയാത്ത രൂക്ഷമായ ഒരു വിമർശനം നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് ഇപ്പോഴത്തെ രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നവ ഫാസിസ്റ്റ് പ്രവണതകൾ നരേന്ദ്രമോദി സർക്കാർ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അത്. നരേന്ദ്രമോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ആശയമാണ് പുതിയ ഇപ്പോഴത്തെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉള്ളത്. ഫാസിസ്റ്റ് പ്രവണതകളും നവ ഫാസിസ്റ്റ് പ്രവണതകളും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് ചർച്ചകളിൽ പങ്കെടുക്കുന്ന സഖാക്കൾക്ക് ആശയ വ്യക്തത വരുത്താൻ വേണ്ടി ഉപരി കമ്മിറ്റിയിൽ നിന്നും പങ്കെടുക്കുന്ന സഖാക്കൾക്ക് വിശദീകരിക്കാൻ ഒരു കുറിപ്പാണ് കൽക്കട്ടയിൽ വെച്ച് ചേർന്ന കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പോളിറ്റ് ബ്യൂറോ അയച്ചു കൊടുത്തത്. അതാണ് ഒരു രഹസ്യരേഖ എന്ന പേര് മാതൃഭൂമി പറയുന്നത് എന്നാണ് MA ബേബി പറയുന്നത്. കേരളം ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ആളിക്കത്തേണ്ട ഒരു വിഷയത്തെ ഇല്ലാതാക്കാൻ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പടച്ചുവിടുന്ന പ്രവണതകൾ ഇങ്ങനെ തുടർന്നാൽ സത്യമേതാണ് മിഥ്യ ഏതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് തന്നെയാവാം പലരും ഇത്തരത്തിലുള്ള വാർത്തകൾ വഴി ലക്ഷ്യമിടുന്നതും.